അൻവർ പുതിയ സംഘടനയോ രാഷ്ട്രീയ കക്ഷിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതാരെ ബാധിക്കും എന്ന ചോദ്യം കേരളത്തിൽ വളരെ പ്രസക്തമാണ്. കാരണം രണ്ട് മുന്നണികൾ, ഇപ്പോൾ ഏതാണ്ട് 3 മുന്നണികൾ ബലാബലം ഏറ്റുമുട്ടുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഉണ്ടാകുന്ന ചോർച്ച മറ്റു മുന്നണിയുടെ വിജയമാകുക എന്നത് കേരളത്തിലെ ഒരു സാധാരണ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശം ഏത് തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ബലാബലത്തെ ബാധിക്കും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു വാദം വരുന്നത് മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തും, അത് മുസ്ലിം ലീഗിന് വലിയ നഷ്ടമാകും, അതിനുവേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളാണ് അൻവർ എന്നൊരു വാദമുണ്ട്. പ്രത്യക്ഷത്തിൽ അത് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം, അൻവർ ഇന്ന് ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷങ്ങൾ മുമ്പേ ഉന്നയിച്ചതാണ് പലതും എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ CPM-ന്റെ തന്നെ BJP-യുമായുള്ള ബാന്ധവം ഒരുപാട് ആരോപിക്കപ്പെട്ടതാണ്. തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതിന് മുമ്പും ബിംബും ഒക്കെ. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ട് ബാങ്ക്, മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള വിള്ളൽ വരുത്താൻ അൻവറിന് കഴിയുമോ എന്ന ചോദ്യമുണ്ട്. മാത്രമല്ല, ഇങ്ങനൊരു ബലാബലം വരുമ്പോൾ കേരളത്തിൽ എപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, ഒരു പാർട്ടിയിൽ നിന്ന് പിളർന്നു പോകുന്ന ആൾക്ക് ഇതിലേതെങ്കിലും ഒരു മുന്നണിയുടെ കൂടെ നിന്നേ പറ്റൂ എന്ന അന്തിമമായി വരും. അത് MP രാഘവനും KR ഗൗരിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും അൻവറിന് UDF വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയാതെ വരുന്നു എന്നുള്ളതൊന്ന്. 2, അൻവർ ഉണ്ടാക്കിയ ഈ ആവേശം അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ പ്രധാനമായും മതേതര വിഭാഗങ്ങളിലും മുസ്ലിം ന്യൂനപക്ഷത്തിലുമാണ് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മലബാറിൽ പ്രത്യേകിച്ച്, മലബാറിൽ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്തും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണേണ്ട കുറെ കാര്യങ്ങൾ വേറെയുണ്ട്. എല്ലാ കാലത്തും സുന്നി വിഭാഗത്തിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന ആളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അരിവാൾ സുന്നി എന്നും പുറത്തു പച്ചയും അകത്ത് ചുവപ്പുമുള്ള നമ്മുടെ നാരങ്ങ എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ നിലപാട്, അവരുടെ വിഭാഗത്തിന്റെ നിലപാട് ഏതാണ്ട് വ്യക്തമായി പലവട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യമല്ല, ഇന്നിപ്പോ ഏറ്റവും ഒടുവിലായി ഇന്നലെ അവരുടെ യുവജന സംഘം പരസ്യമായി പറയുന്നു, മുഖ്യമന്ത്രി, താങ്കളിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, സംഘപരിവാറുമായി സഖ്യം ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന CPM-ന് ഇനിയും ഇവർ വോട്ട് ചെയ്യാൻ തയ്യാറല്ല. 2016-ലും 2021-ലും ഇടതുപക്ഷത്തിനുണ്ടായ വലിയ വിജയത്തിന് പിന്നിൽ ഈ മതന്യൂനപക്ഷങ്ങൾ, ഇടതുപക്ഷമാണ് എപ്പോഴും ഇവർക്കെതിരായി, RSS-നെതിരായി നിലപാടെടുക്കുക എന്ന തോന്നലുണ്ടായി. മാത്രവുമല്ല, അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് വളരെ ദുർബലമായ ഒരു കാലഘട്ടമായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് വല്ലാതെ തിരിച്ചടി നേരിട്ടു. അതുകൊണ്ട് തന്നെ 2021-ൽ വരുമ്പോൾ കോൺഗ്രസ് ഇല്ല, കേരളത്തിൽ ഇടതുപക്ഷമാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ മതന്യൂനപക്ഷങ്ങളിൽ നല്ലൊരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്നു. ഇപ്പോൾ കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. 1, അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ സൂചന കിട്ടുന്നത് കോൺഗ്രസ് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൽ ഒരു സാധ്യത കാണുന്നു. ഞാൻ ഈ റിസാല എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ മാസിക കഴിഞ്ഞ 2-3 ആഴ്ചയായി എഴുതിക്കൊണ്ടിരിക്കുന്ന മുഖപ്രസംഗങ്ങളും ആർട്ടിക്കിളുകളും ഞാൻ ശ്രദ്ധാപൂർവ്വം നോക്കുകയായിരുന്നു. അതിലൊരു ആർട്ടിക്കിൾ ഇങ്ങനെയാണ്: CPM എപ്പോഴാണ് യെച്ചൂരിയോടൊപ്പം എത്തുക എന്ന്. BJP-ക്കെതിരായി മുഴുവൻ കക്ഷികളെയും ഒന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് യെച്ചൂരിയുടെ രാഷ്ട്രീയം. എന്നാൽ അതിനെതിരാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. CPM എപ്പോഴാണ് യെച്ചൂരിക്കൊപ്പം എത്തുക? അതിനേക്കാൾ കടന്ന മറ്റൊരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു. അതിങ്ങനെയാണ്: രാഹുൽ ഗാന്ധിയാണ് ഇടതുപക്ഷത്തേക്കാൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം എന്ന് ഇതുവരെ അവകാശപ്പെട്ടിരുന്ന മതേതര പുരോഗമന മുന്നണി എന്ന് അവകാശപ്പെടാൻ ഇനി CPM-നും കൂട്ടർക്കും കഴിയില്ല എന്ന് ഇടതുപക്ഷത്തെ എന്നും പിന്തുണച്ചിരുന്ന സുന്നി വിഭാഗത്തിലെ ഒരു കൂട്ടരുടെ നിലപാടാണ്. അപ്പൊ ആരുടെ വോട്ടാ പോവുക എന്നുള്ളതിന് തർക്കമൊന്നുമില്ലല്ലോ.
രണ്ട്, അൻവർ ഇത്തരത്തിൽ ഒരു വലിയ പടയോട്ടം നടത്തുമ്പോൾ അൻവറിന്റെ പാർട്ടി എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് മത്സരിച്ചോളുന്നില്ല. ഇപ്പൊ ഞാൻ വാദത്തിന് വേണ്ടി പറയാം, അൻവറിന്റെ പാർട്ടി 5 or 10 സീറ്റുകളിൽ മത്സരിക്കാം. പക്ഷെ 60 സീറ്റുകളിലെങ്കിലും, അത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും, മലബാറിൽ തീർച്ചയായും, കേരളത്തിൽ തൃശ്ശൂരടക്കം എല്ലാ ജില്ലകളിലും കുറെ മണ്ഡലങ്ങളിൽ വളരെ വ്യക്തമായി, ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ മട്ടാഞ്ചേരിയുണ്ട്, കളമശ്ശേരിയുണ്ട്, തൃക്കാക്കരയുണ്ട്, പെരുമ്പാവൂരുണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അവരുടെ കൺസോളിഡേഷൻ വന്നാൽ എറണാകുളം ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ പോലും പല മണ്ഡലത്തിലും ആ മുന്നണി ജയിക്കും. ഇവിടെ അൻവർ മത്സരിക്കാത്തൊരു മണ്ഡലത്തിൽ അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുക UDF എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അൻവർ UDFന്റെ കൂടെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ, അൻവർ ഉണ്ടാക്കിയ വികാരം ഈ ന്യൂനപക്ഷങ്ങളിൽ, മതേതര വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായും പിണറായി CPM വിരുദ്ധ വികാരമാണ്. അത് ഉറപ്പാണ്. അതിപ്പോ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധി വരെ കണ്ടത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടത് അതേപോലെ വന്നാൽ എന്തായിരിക്കും CPMന്റെ അവസ്ഥ എന്നുള്ളത്. മൂന്നാമത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കൂടുതൽ ഔദാര്യം കാണിക്കുന്നു എന്ന ആശയം ഉയർത്തിക്കൊണ്ടാണ് BJP കേരളത്തിൽ പ്രവർത്തിച്ചത്, ഇടതുപക്ഷത്തിന്. അതിന്റെ ഫലമാണ് ആലപ്പുഴയിലും കോട്ടയത്തും മറ്റു മണ്ഡലങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ആറ്റിങ്ങലുമൊക്കെ വലിയ തോതിൽ വോട്ട് CPMൽ നിന്ന് ഒഴുകിപ്പോയത്. തൃശ്ശൂരൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വലിയ തോതിൽ ഏറ്റവും കൺസിഡറബിളായി നമ്മൾ കാണാവുന്നത് ആലപ്പുഴയും കോട്ടയവും ആറ്റിങ്ങലും ഒക്കെയാണ്. കൊല്ലം എല്ലാ സ്ഥലത്തും ഉണ്ട്, തിരുവനന്തപുരം. CPMന്റെ വോട്ട് ഒഴുകിപ്പോവാണ്. എന്താ കാരണം? CPMന്റെ അടിസ്ഥാന ബേസ് ഹിന്ദു വോട്ടാണ്, പ്രത്യേകിച്ചും പിന്നാക്ക ഹിന്ദു വോട്ടാണ്, ഇഴവ വോട്ടുകളാണ്, ദളിത് വോട്ടുകളാണ്. ഈ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ BJPക്ക് കഴിഞ്ഞിരിക്കും. അത് തിരിച്ചു പിടിക്കാനാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പോ MV ഗോവിന്ദന്റെ, കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയാണല്ലോ പ്രധാനം, ഇന്നലത്തെ പത്രസമ്മേളനം ശ്രദ്ധിക്കുക. എനിക്ക് ചിരിയും വിഷമമൊക്കെ വരുന്നുണ്ട്. എന്താ കാര്യം? ആശയപരമായി അദ്ദേഹം താത്വികാചാര്യനൊന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി, കാരണം പറയുന്നതൊക്കെ മണ്ടത്തരാണ്. ഇന്നലെ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി, SDPI, മുസ്ലിം തീവ്രവാദികൾ, അവരാണ് അൻവറിന്റെ പിന്നിൽ എന്ന് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു വലിയ അപരവൽക്കരണമാണ്. ഇപ്പോ മുഖ്യമന്ത്രി ഹിന്ദുവിലെ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ ഇത്. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഇത്രയധികം സ്വർണം കൊണ്ടുപോകുന്നു എന്ന്. ഇന്നലെ ഇപ്പൊ ജലീൽ അതിനൊരു +1 അടിച്ചിട്ടുണ്ട്. അതോടുകൂടി ജലീലിന്റെ കാര്യം ഏതാണ്ട് തീരുമാനം. ജലീലിന് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷെ ജലീൽ ഉണ്ടാക്കുന്ന ഡാമേജ്, എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കണക്കനുസരിച്ച് തൃശ്ശൂരിന് വടക്കോട്ട് ചിലപ്പോൾ CPMന് ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ലാത്തൊരവസ്ഥ എത്താം. അവരുടെ ഉറച്ച സീറ്റുകളിൽ പോലും വിള്ളലുണ്ടായേക്കാം. ഇപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് വരുന്നു, ചേലക്കരയും പാലക്കാടും. ഈ 2 സ്ഥലത്തും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നിർണായകമായി വോട്ടുള്ള സ്ഥലമാണ്. വയനാട് പിന്നെ എന്തായാലും അല്ലാതെയും പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചേലക്കരയടക്കം വലിയ തിരിച്ചടി CPMന് നേരിട്ടാൽ അത് അൻവർ ഉണ്ടാക്കുന്ന ഒരു ഫലമായി. മാത്രവുമല്ല, BJPയിലേക്ക് പോയ വോട്ട് അതുപോലെ തിരിച്ചു വരുമെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മുമ്പേ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, BJPയിലേക്ക് പോകുന്ന വോട്ട് പാതിരിയല്ല UDFിലേക്ക് പോകുന്ന വോട്ട്, അല്ലെങ്കിൽ LDFന് UDF മറിച്ചു വോട്ട്. അത് ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് തിരിച്ചു വരാം. പക്ഷെ BJPയിലേക്ക് പോകുന്ന വോട്ട് ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിൽ പോകുന്ന വോട്ടാണ്. അവർ മാനസികമായി തന്നെ വേറെ തരത്തിൽ പരിവർത്തനപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കോൺഗ്രസിനോ അല്ലെങ്കിൽ CPMനോ വോട്ട് ചെയ്തിരുന്ന ഒരാൾ BJPക്ക് വോട്ട് ചെയ്യുമ്പോൾ, ഒരുപക്ഷെ സ്ഥാനാർത്ഥി നല്ലതാണെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നതല്ല ഞാൻ പറയും, BJP ആണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്താൽ ആ വോട്ട് തിരിച്ച് CPMലേക്ക് വരിക എന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും വെറുപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അൻവറിന്റെ വരവ് CPMന് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. വലിയ തിരിച്ചടിയാകും. കാരണം അൻവർ അറ്റാക്ക് ചെയ്യുന്നത്, അൻവർ ലക്ഷ്യം വെക്കുന്നത് തീർച്ചയായും CPM ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ CPM പിന്തുടരുന്ന ഒരു BJPയുമായി സന്ധി ചെയ്യുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, അന്തർധാര രാഷ്ട്രീയമാണ്. ആ അന്തർധാര രാഷ്ട്രീയം കേരളത്തിൽ CPMന് ഇല്ലാതാക്കും. ഇത് തന്നെയാണ് ബംഗാളിലും ഉണ്ടായത്. നിങ്ങൾ ഓർക്കുക, ബംഗാളിലെ
മുസ്ലിം വോട്ടുകൾ എന്നും CPM-നൊപ്പമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ വോട്ടുകൾ മുഴുവൻ മമതാ ബാനർജിയിലേക്ക് മാറുകയും ഹിന്ദു വോട്ടുകളിൽ നല്ലൊരു പങ്ക് BJPയിലേക്ക് പോവുകയും ചെയ്യുകയും CPM അപ്രസക്തമാവുകയും ചെയ്തു ബംഗാളിൽ. അതിന്റെ ഒരു സാധ്യത കേരളത്തിൽ ഉണ്ട്. അത് ഇല്ലാതാക്കണമെങ്കിൽ CPM കുറെ കൂടി ബുദ്ധിപരമായി ഇടപെടേണ്ടി വരും. അത് ചെയ്യുമെന്നുള്ളത് MP ഗോവിന്ദനെ പോലെ ഒരാളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. സീതാറാം യെച്ചൂരിയെ പോലുള്ള ഒരാൾ കേന്ദ്രത്തിലില്ല. ഇവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പ്രകാശ് കാരാട്ടൊക്കെ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ബുദ്ധി പിണറായി വിജയനാണ് എന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു CPM-ന് ഒരു ഭാവിയുമില്ല എന്നാണ് ഞാൻ കാണുന്നത്.